കൊച്ചി നഗരത്തിൽ ഇന്നും വെള്ളമില്ല. കലൂർ, വൈറ്റില, തമ്മനം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് വെള്ളം ലഭിക്കാത്തത്. വാട്ടർ അതോറിറ്റിയുടെ അറ്റകുറ്റപ്പണി മൂലം 10 ദിവസമായി വീടുകളിൽ വെള്ളം എത്തിയിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. നഗരത്തിലെ പല മേഖലകളിലും 10 ദിവസത്തിലേറെയായി കുടിവെള്ളം ലഭിച്ചിട്ട് പലരും പണം കൊടുത്താണ് കുടിവെള്ളം വാങ്ങുന്നത്. ഇപ്പോൾ 10 ദിവസമായിട്ട് ഒട്ടും വെള്ളം വന്നിട്ടില്ല. നേരത്തെ തന്നെ ഇവിടെ വെള്ളം പൊതുവെ കുറവായിരുന്നു. അതിന് ഞങ്ങൾ പല പ്രാവശ്യം വാട്ടർ അതോറിറ്റിനെ ബന്ധപ്പെട്ടിട്ടുണ്ട്. കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ ഒരു ലോഡ് വീതം അടിച്ച് എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് വെള്ളം കിട്ടണില്ല. ഞാൻ ഇന്നലെ വൈകിട്ട് 4:30 ഒരു പ്രൈവറ്റ് വണ്ടി ബുക്ക് ചെയ്തിട്ട് എനിക്ക് രാത്രി 11:30 അത് കിട്ടിയത്. അപ്പോൾ അവർക്കും ഒരേ ബുദ്ധിമുട്ടായി വെള്ളം വരെ തരാനായിട്ട്. അത്രയും തിരക്കാണ്. സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുന്നതിനായി ഓഗസ്റ്റ് 6-7 ദിവസങ്ങളിൽ കുടിവെള്ള വിതരണം മുടങ്ങുമെന്നായിരുന്നു വാട്ടർ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. പ്രശ്നം പരിഹരിച്ച ശേഷം 2 ദിവസത്തിനുള്ളിൽ വെള്ളമെത്തുമെന്നായിരുന്നു വാട്ടർ അതോറിറ്റിയുടെ വാക്ക്. എന്നാൽ അതും ഇപ്പോൾ പാഴ്വാക്കായി. ഞങ്ങൾക്ക് ഈ ചെറിയ ജാറിൽ 120 രൂപ കൊടുത്ത് ജാറിൽ വെള്ളം മേടിച്ചിട്ടാണ് ഞങ്ങളുടെ കുട്ടികൾക്കും ഒക്കെ. ഈ നമുക്കൊരു ബില്ല് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾ ആ ബില്ല് അടക്കാതിരുന്നു കഴിഞ്ഞാൽ ഫൈനോട് കൂടിയാണ് ഈ ബില്ല് വരുന്നത്. അല്ലെങ്കിൽ അത് വന്ന് കട്ട് ചെയ്യും. ഈ ജനങ്ങളുടെ പൈസ മേടിച്ചുകൊണ്ടല്ലേ ഇവർ ഈ പരിപാടി ചെയ്യണത്. വെള്ളപ്രശ്നത്തിന് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രതിഷേധിക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. ഇനി നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റില്ല. നമ്മൾ എന്തായാലും വാട്ടർ അതോറിറ്റിനെ ഉപരോധിക്കാൻ നാളെ തീരുമാനിച്ചിരിക്കുകയാണ്. 15ഉം 18ഉം ദിവസം വെള്ളമില്ലാണ്ടിരിക്കുന്ന സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കും. അതുകൂടാണ്ട് ഒരു ആശ്രമമുണ്ട് ഇവിടെ. അവിടെ 70 വയസ്സിന് മേലെയുള്ള 10-60-70 പേര് താമസിക്കുന്ന ഏരിയയാണ്. ഇവിടെ ഇവരെല്ലാവരും സഫർ ചെയ്യാണ്. അപ്പം അതിനൊരു ശാശ്വത പരിഹാരം കാണേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അതേസമയം നഗരത്തിലെ എല്ലായിടത്തും 2 ദിവസത്തിനുള്ളിൽ വെള്ളമെത്തുമെന്നാണ് വാട്ടർ അതോറിറ്റി പറയുന്നത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.